നമ്മുടെ വലിയ പെരുന്നാളാണ് വരുന്നത്. അപ്പം എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ പോത്തിറച്ചി ഉണ്ടാവും. ആ പോത്തിറച്ചിയിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ബീഫും കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊരു റോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ 1 കിലോ പോത്തിറച്ചി നല്ല സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പോത്തിറച്ചി എടുക്കുമ്പോഴേ ഇച്ചിരി എല്ലൊക്കെ പാടെ വേണം എടുക്കാൻ. അപ്പോഴാണ് നമ്മൾ റോസ്റ്റോ കറിയോ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ എല്ലിൻ്റെ കൊഴുപ്പും കൂടി ഉള്ളിൽ ഇറങ്ങി വന്നാൽ അടിപൊളി ടേസ്റ്റാണ് മക്കളെ. ഇനി നമുക്ക് ഈ പോത്തിറച്ചിനെ ഒരു കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഇറച്ചിയിലേക്ക് ഇനി നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഇനി പ്രധാനമായിട്ട് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഗരം മസാല ചേർക്കാം. ഈ ഗരം മസാലയ്ക്ക് പകരം ഇറച്ചി മസാല ഇട്ട് കൊടുത്താലും മതിയാവും. ഇറച്ചി മസാല ആവുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇറച്ചിക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു പാതി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം എല്ലാം അത് ഇളക്കി മിക്സാക്കി മസാലകളൊക്കെ ഇറച്ചികളിലൊക്കെ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിത് ഒന്ന് മൂടി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കത്തിച്ച് ഒരു 6 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. എല്ലായിടത്തിലുള്ള ബീഫും ഒന്നുപോലെ ആവില്ല. ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ വേവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും 6 വിസിലിൻ്റെ കുറയ്ക്കാൻ പാടില്ല. അത് വേണമെങ്കിൽ 1 വിസിൽ കൂടുതലാക്കാം, 2 വിസിൽ കൂടുതലാക്കാം, അങ്ങനെ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പോത്തിറച്ചിക്ക് 6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഗ്യാസൊക്കെ പോട്ടെ. ഇതായി നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ചൂടാണേ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിനെ സെറ്റാക്കി എടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. നമ്മുടെ ചട്ടി ചൂടായി. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കണ്ട, ഇങ്ങനെ തേക്കണം കടുക്. ഇനി നമുക്കിതിലൊരു 5-6 ഇല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. ആ ഉള്ളി എടുത്ത ഇനി നമുക്കിതിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാനൊരു 25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞത് അതിനി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ 2-3 തണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം. നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേ ഈ ചെറിയ ഉള്ളി പറയുന്ന സാധനം എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് നല്ല കൂടുതലായിരിക്കും കേട്ടോ മക്കളെ. നല്ല ഇളക്കി ബ്രൗൺ കളറിലാക്കി എടുക്കുക. ബ്രൗൺ കളറായിട്ടോ? ആ, ചോപ്പ് നല്ല കളറായി വരട്ടെ. ഗോൾഡൻ കളർ ആക്കി എടുക്കുക. പിന്നെ ഇളക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ? ആ, പിന്നെന്തിനാ നിന്നെ കൊള്ളുക? തിന്നാനും കൊള്ളുമല്ലോ. ഇളക്കാനും തിന്നാനും മാത്രമേ കൊള്ളുള്ളൂ നിന്നെ. അല്ല ഇപ്പം ചെറിയ ഉള്ളി ഇപ്പം ഇല്ലെങ്കിൽ വലിയ ഉള്ളിയിൽ ഇപ്പം ഉണ്ടാക്കണോണ്ട് ഇപ്പം എന്താ പ്രശ്നം? വലിയ ഉള്ളിയിൽ ഉണ്ടാക്കണാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ വലിയ ഉള്ളി ഇടുമ്പോൾ ഒരു മധുരം ഉണ്ടാവും.
ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ല കൊഴുകൊഴുപ്പുണ്ടാവും. അതാണ് ചെറിയ ഉള്ളിയുടെയും വലിയ ഉള്ളിയുടെയും വ്യത്യാസം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പം നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഒന്നും കൂടി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇതിൽ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചതച്ചത് മേലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ റോസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ കുരുമുളക് പോത്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്താ കഴിച്ച് നോക്ക്. നമ്മുടെ ഇന്നത്തെ ബീഫ് റോസ്റ്റ് എങ്ങനെയുണ്ട് നോക്ക്. വെറും ബീഫ് റോസ്റ്റ് അല്ല, കുരുമുളക് ഇട്ട് കുരുമുളക് പോത്ത് റോസ്റ്റ്, കുരുമുളക് പോത്തിറച്ചി. സൂപ്പറായിട്ടുണ്ട്. ലേശം കൂടി കുരുമുളക് വേണം. ഓ, അപ്പോൾ വായിൽ കുട്ടികൾക്കൊക്കെ വായിൽ വെക്കണ്ടേ? നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ഇട്ടാൽ മതി ഇട്ട മക്കളെ. ഇവനക്ക് കുറച്ചുകൂടി എരിവ് വേണം, അതാണ് അങ്ങനെ പറയുന്നത്. എനിക്കിത് നല്ല എരിവാട്ടാ. മക്കളെ, ഇത് നമ്മൾ കഴിച്ചിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ചൂടാക്കി നല്ല ഫ്രൈ ആക്കി എടുത്താൽ അതൊരു ബീഫ് ഫ്രൈ ആയി. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മക്കളെ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇതേപോലെ ഒരു ദിവസം ഉണ്ടാക്കി വെക്കുക. ഇത് എന്തിൻ്റെ കൂടെയും വെച്ച് തിന്നാം. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഗുബൂസിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വെച്ച് തിന്നാലും തന്നെത്താനേ ഉള്ളിൽ പോണത് അറിയില്ല, അങ്ങനെ പോവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.